സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ 75 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്തെ 3ാമത്തെ ദിവസമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോവാണ് എങ്ങനെയാണ് ഞാൻ ചെലവഴിച്ചതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം, ഇന്നലത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 3 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ മുഴുവൻ ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എങ്ങനെയാണ് ചെലവഴിച്ചെന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓൾ റൈറ്റ്, ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് ഡേ? ഓക്കെ, ഇന്നലെ എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം നിങ്ങൾ ചെലവഴിച്ചത്? ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ലാസ്റ്റ് ഡേ? ഓക്കെ, യെസ്റ്റർഡേ എന്ന് ചോദിക്കാം, പക്ഷേ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ളത് ലാസ്റ്റ് ഡേ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സാധാരണ ചെയ്യുന്ന 72 പ്രവൃത്തികൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ചെയ്തതാണ് അല്ലേ? അതായത് പാഠം 127 ചെയ്തതാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മൾ ഒരുപാട് പ്രവൃത്തികളെ പറ്റി സംസാരിക്കുന്നുണ്ട്, എങ്ങനെ പറയാമെന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കാണണം കേട്ടോ. ഇനി ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ 5:30 ഉണർന്നു. അത് കഴിഞ്ഞ് അലാറം സ്നൂസ് ചെയ്തു. കാരണം എനിക്ക് കുറച്ച് നേരം കൂടെ കിടക്കണമായിരുന്നു. നമ്മളെല്ലാം അങ്ങനെയല്ലേ, ആദ്യം ഒന്ന് സ്നൂസ് ചെയ്യും അലാറം, അത് ഇച്ചിരി ഒന്ന് കിടന്നിട്ട് വേണം ഒന്ന് എഴുന്നേക്കാം അല്ലേ? അതെങ്ങനെ പറയും? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഉണർന്നെന്നാണ് പറഞ്ഞത്, എഴുന്നേറ്റിട്ടില്ല കേട്ടോ, ഉണർന്നേ ഉള്ളൂ. അത് കട്ടിലെന്ന് എഴുന്നേറ്റില്ല. എങ്ങനെ പറയും? കറക്റ്റ്, ഐ വോക്ക് അപ്പ് അറ്റ് 5:30. 5:30 എന്ന് പറയാമോ? പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സമയം എങ്ങനെ പറയാൻ നമ്മൾ പഠിച്ചാണ് അല്ലേ? ഇത് 5:30 ആണ് പറയേണ്ടത്. ഇൻ ദ ഏർലി മോർണിംഗ്. എന്തുകൊണ്ടാണ് ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞ് 6 മണി വരെ ഉള്ളതിന് ഏർലി മോർണിംഗ് എന്നാണ് സാധാരണ പറയുന്നത്. ദെൻ ഐ പ്രസ് ദി സ്നൂസ് ബട്ടൺ ഓൺ മൈ അലാം ആസ് ഐ വാണ്ടഡ് ടു സ്ലീപ്പ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, കുറച്ച് സമയം കൂടി എനിക്ക് ഉറങ്ങണമായിട്ട് ഞാൻ സ്നൂസ് ബട്ടൺ പിടിച്ച് ഞെക്കി. ഇനി അടുത്ത തവണ അലാറം അടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു, കട്ടിലെന്ന് എഴുന്നേറ്റു എന്നെങ്ങനെ പറയും? കറക്റ്റ്, ഐ ഗോട്ട് അപ്പ് അറ്റ് ദി നെക്സ്റ്റ് അലാം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഐ ഗെറ്റ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് അപ്പ്. ഇന്നലത്തെ കാര്യമാണല്ലോ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം അല്ലേ? അതുകൊണ്ട് ഏത് ഉപയോഗിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ട് അതറിയാം നമുക്ക് അല്ലേ? ഇനി വേക്കപ്പും ഗെറ്റപ്പും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചാണ് അല്ലേ? ഒന്ന് ഉണരുക, മറ്റത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോട്ട് അപ്പ് അറ്റ് ദി നെക്സ്റ്റ് അലാം. അടുത്ത ചോദ്യം, അത് കഴിഞ്ഞ് ഞാൻ കിടക്കയൊക്കെ അടുക്കി നന്നായിട്ടൊന്ന് വിരിച്ചു അല്ലേ? അതിനെങ്ങനെ പറയാൻ പറ്റും കിടക്ക നന്നായിട്ട് വിരിച്ചെന്നുള്ളതിന്? കറക്റ്റ്, ദെൻ ഐ മെയ്ഡ് ദ ബെഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ അടുക്കി വെക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ വിരിച്ചൊക്കെ ഇടുക, നമ്മൾ അലങ്കാരമായിട്ടാണല്ലോ കിടക്കുന്ന പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക. ഇതിനെല്ലാം കൂടി പറയുന്ന ഒരു വാക്കെന്താണ്? മേക്ക് ദ ബെഡ്. ഓക്കെ, ദെൻ ഐ മെയ്ഡ് ദ ബെഡ്. ഇന്നലത്തെ കാര്യമാണല്ലോ, സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഐ മെയ്ഡ് ദ ബെഡ്. ആക്ച്വലി ഐ ഡിഡ്ന്റ് ആസ് ഇസക്കുട്ടി വാസ് സ്ലീപ്പിംഗ്. ഓക്കെ, ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് എന്നാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാനത് ചെയ്തില്ല, കാരണം ഇസക്കുട്ടി വാസ് സ്ലീപ്പിംഗ്. ഓക്കെ, എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഇസക്കുട്ടി അല്ലേ? ഇസക്കുട്ടി എൻ്റെ അടുത്ത് നിന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല, പതുക്കെ മിണ്ടാതെഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി. ശ്രദ്ധിക്കുക, നമ്മളിത് എങ്ങനെ പറയും അല്ലേ? നമ്മൾ പല വാക്കുകൾ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെ പറയാം? സിമ്പിളാണ്, നമ്മൾ ഒത്തിരി ഒന്നും കൺഫ്യൂസ്ഡ് ആക്കേണ്ട അവിടെ, ഒത്തിരി സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കറക്റ്റ്, ദെൻ ഐ വെൻറ്റ് ടു ദി ബാത്റൂം, വാഷ്റൂം, റെസ്റ്റ് റൂം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദെൻ ഐ, അപ്പോൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ദെൻ ഐ ഗോ ടു എന്നാണ് പറയേണ്ടത്. എൻ്റെ ഇന്നലത്തെ ആയതുകൊണ്ടാണ് വെൻ ടു എന്നാണ്. ഓക്കെ, ഇനി വേറെ രീതി നമുക്ക് പറയാം, ദെൻ ഐ യൂസ് ദ ബാത്റൂം എന്ന് വേണമെങ്കിൽ പറയാം. യൂസ് ആണല്ലോ, അപ്പോൾ ഇന്നലത്തെ കേസ് ആയിട്ട് ഐ യൂസ് ദ ഇഡി അല്ലേ? യൂസ് ദ ബാത്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഐ ഗോ ടു ദ ബാത്റൂം, അത്രയും പറഞ്ഞാൽ മതി. ഓൾ റൈറ്റ്, ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പല്ല് തേച്ച് കുളിച്ചു. Correct. Then I brushed my teeth and took a shower. Okay, ശ്രദ്ധിക്കുക, took a shower. Take a showerൻ്റെ past tense ആണ് took a shower. ഇനിയിപ്പോൾ have a shower നമുക്ക് വേണമെങ്കിൽ പറയാം. കുളിക്കുന്നതിന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ബാത്ത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇങ്ങനെയാണ് സാധാരണ അവർ പറയുന്നത്, സാധാരണ രീതിയിൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഒന്ന് തോർത്തി എന്ന് നമ്മളെങ്ങനെ പറയാൻ പറ്റും? ആഫ്റ്റർ മൈ ഷവർ ഐ ഡ്രൈഡ് ഓഫ് വിത്ത് എ ടവൽ. ഓക്കെ, തോർത്തി എന്നുള്ളതിനെ എങ്ങനെ പറയാൻ പറ്റും? ഐ ഡ്രൈഡ് ഓഫ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഓക്കെ, ഡ്രൈഡ് ഓഫ് എന്ന് പറഞ്ഞാൽ തോർത്തുക എന്നുള്ളതാണ്. വിത്ത് എ ടവൽ. ഓക്കെ, തോർത്ത് ഉപയോഗിച്ചാണല്ലോ തോർത്തുന്നത്, അവിടെ തോർത്തുന്നുള്ളത് ടവൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ മുടി ചീകി. ഓക്കെ, വേറെ കാര്യം എനിക്ക് പറയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഞാൻ സാധാരണ എല്ലാ ദിവസവും ഷേവ് ചെയ്യാറില്ല, കണ്ടാൽ തന്നെ മനസ്സിലായല്ലേ? അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ?
കറക്റ്റ്. ഐ ബ്രഷ്ഡ് മൈ ഹെയർ. ഓക്കെ, ഐ കോംഡ് മൈ ഹെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ബ്രഷ്ഡ് മൈ ഹെയർ എന്ന് പറയാം. ഇത് ആ പിന്നെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുകയും ചെയ്താണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സാധനം കോംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കോംബ് എന്ന് പറഞ്ഞാൽ ഈ അകലമുള്ള ചീപ്പാണ് കോംബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടൊന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മുടി ചെയ്യുന്നതിന് ബ്രഷ് എന്നാണ് പറയുന്നത്. ഈ കോംബ് എന്നാൽ സാധാരണ ജട കളയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മുടിയൊക്കെ ഒത്തിരി ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാതിരുന്നു ജട കളയാൻ വേണ്ടി നമ്മൾ പിന്നെ എന്നാ പല്ലിന് പിന്നെ നീളമുള്ള ചീപ്പുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നത്, അതാണ് കോമ്പെന്ന് സാധാരണ പറയുന്നത്. പിന്നെ നമുക്കിതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറഞ്ഞ് എന്ത് പറഞ്ഞാലും വിഷയമൊന്നുമില്ല. ഓക്കെ, ഐ ഡോണ്ട് ആക്ച്വലി ഷേവ് എവറി ഡേ. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലോ ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു പോയത്, 2-3 ചാപ്റ്ററിൽ. ഓക്കെ, ഐ ഡോണ്ട് ആക്ച്വലി ഷേവ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ ഷേവ് ചെയ്യാറില്ല. ഞാൻ ചായ കുടിച്ച സമയത്ത് പത്രം വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു, അപ്പോൾ പത്രവും വായിച്ചു ആ കൂടെ തന്നെ. Correct. I read the newspaper while I was drinking my tea. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, റീഡ്, റെഡ് അതാണ് പിന്നെ V1 V2 V3. ഇനിയിപ്പോൾ എഴുതുന്നല്ല ഒരുപോലെ അല്ലേ, നമ്മൾ കണ്ടാണല്ലോ. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ, പക്ഷെ പറയുമ്പോൾ റെഡ് എന്ന് പറയണം കേട്ടോ. റെഡ് ദ ന്യൂസ് പേപ്പർ വൈൽ ഐ വാസ് ഹാവിങ് മൈ ടീ. ഓക്കെ, ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഹാവിങ് രണ്ടും വേണമെങ്കിലും പറയാം. ഓക്കെ, വൈൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്താണ് പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പത്രം വായിച്ചു അല്ലേ. അപ്പോഴേക്ക് ഇസക്കുട്ടി ചാടി എഴുന്നേറ്റു. ഞാൻ ഇസക്കുട്ടിയുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. കറക്റ്റ്. By that time, ഇസക്കുട്ടി got up and I played with her for some time. കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ കളിച്ചു. ഇസക്കുട്ടിയുടെ കൂടെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇതിന് കളിച്ചു അല്ലേ. നെക്സ്റ്റ് വൺ, ഞാൻ വാട്സപ്പ്, ഇമെയിൽ, ഫോൺ പിന്നെ ന്യൂസൊക്കെ എൻ്റെ ഫോണിൽ നോക്കി. നമ്മൾ എല്ലാ ദിവസവും നോക്കുന്ന എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ. അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? കറക്റ്റ്. I checked my emails, WhatsApp and read news on my mobile phone. പ്രസിദ്ധിക്ക് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ചെക്ക് മൈ ഇമെയിൽസ്, വാട്സാപ്പ് ആൻഡ് റൈഡ് ന്യൂസ് ഓൺ മൈ മൊബൈൽ ഫോൺ. ഏകദേശം 9:30 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടല്ലേ, ഫാസ്റ്റ് എന്ന് എഴുതുന്നെങ്കിലും ഫസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം 9:30 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് around 9:30. ശ്രദ്ധിക്കുക, നമ്മൾ അര എങ്ങനെ പറയും അല്ലേ, കണ്ടതാണല്ലോ അത്. സമയത്തെപ്പറ്റി നമ്മളൊരു വിശദമായിട്ടൊരു പാഠവും പഠിച്ചതാണ്. ഓക്കെ, ഈ ഹാവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ നല്ലതെന്നാണ് ആ ഹാഡ് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതിന് ഏകദേശം 3 മണിക്കൂർ എടുത്തു. വളരെ സിമ്പിളായിട്ട് തോന്നുമല്ലേ, 10 മിനിറ്റിൻ്റെ ചാപ്റ്റർ ഉള്ളൂ, പക്ഷേ ഉണ്ടാക്കാൻ വേണ്ടി 3 മണിക്കൂർ എടുത്തു. എഡിറ്റിംഗ് എല്ലാം. അപ്പോൾ എങ്ങനെ പറയും നമുക്ക്? കറക്റ്റ്. ദെൻ അത് കഴിഞ്ഞ് ഐ യൂസ്ഡ് മൈ കമ്പ്യൂട്ടർ ആൻഡ് മെയ്ഡ് എ യൂട്യൂബ് വീഡിയോ. ഇറ്റ് ടുക്ക് അറൗണ്ട് 3 hours. ഓക്കെ, ഇറ്റ് ടുക്ക് അറൗണ്ട് 3 hours. ഓക്കെ, ഇവിടെ എച്ച് പ്രൊനൗൺസ് ചെയ്യാറില്ല. കറക്റ്റ്. നെക്സ്റ്റ്, ഏകദേശം 2 മണിയായപ്പോൾ ഞാൻ ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു കടിഞ്ചായ കുടിച്ചു. അപ്പോൾ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ ഞാനൊരു കടിഞ്ചായ കുടിച്ചു. സാധാരണ അങ്ങനെ ഞാൻ മിക്കപ്പോഴും ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കടിഞ്ചായ കുടിക്കും. കറക്റ്റ്. ദെൻ ഐ ഹാഡ് മൈ ലഞ്ച് അറൗണ്ട് 2 ആൻഡ് ഐ ഹാഡ് എ ബ്ലാക്ക് ടീ ആഫ്റ്റർ മൈ ലഞ്ച്. എന്താണ് ഐ ഹാഡ് മൈ ലഞ്ച് അറൗണ്ട് 2 ആൻഡ് ഹാഡ് എ ബ്ലാക്ക് ടീ. ഓക്കെ, എന്താണ് ബ്ലാക്ക് ടീ എന്ന് പറയുന്നത്? ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ കടിഞ്ചായ. അപ്പോൾ കടുങ്കാപ്പിക്ക് എന്നാ പറയാൻ പറ്റും? ബ്ലാക്ക് കോഫി. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി സാധനങ്ങളെല്ലാം എടുത്ത് മരുന്ന് വാങ്ങിക്കാൻ വെളിയിൽ പോയി. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത കാര്യം കേട്ടോ, അത് ഡ്രസ്സ് മാറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ വേണ്ടത്? ഇപ്പോൾ നമുക്ക് മാസ്ക് വേണം, സാനിറ്റൈസർ വേണം, പിന്നെ നമുക്ക് മൊബൈൽ ഫോണ്, പിന്നെ പേഴ്സ്, ലൈസൻസ്, ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതിലെല്ലാ സാധനങ്ങളും എടുത്തു എന്നെങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ചൊറ്റ വാക്ക് നമുക്ക് പറയാം. അങ്ങനെ പറയാം. കറക്റ്റ്. After that, I got dressed. Get dressed in the past tense. Got dressed and took all things and went out for buying some medicines. Okay, took all things. അവിടെ അതാണ് take all things നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ. നിങ്ങൾ ഓഫീസിൽ പോകാൻ വേണ്ടി തുടങ്ങണം, അപ്പോഴാണ് I took all things എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓഫീസിൽ പോകാൻ ആവശ്യമായിട്ടുള്ള ബുക്ക്, ബാഗ്, കോട, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് take all things എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതായതുകൊണ്ടാണ് took all things എന്ന് പറയുന്നത്. വീട്ടിൽ വന്നു കുളിച്ചു. സാധനം വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്ന് കുളിച്ചു. Then I reached home. I took a shower. ഓക്കെ, തിരിച്ചു വന്നു,
ഐ ടുക്ക് എ ഷവർ. കുളിച്ചു എന്നുള്ളതിന് ഐ ടുക്ക് എ ഷവർ. അത് കഴിഞ്ഞ് ഭാര്യയൊത്ത് കുർബാന ഇൻ്റർനെറ്റിൽ കണ്ടു. ഇപ്പോൾ ഞായറാഴ്ച ആണല്ലോ, ഇപ്പോൾ പള്ളിയിൽ പോകാനൊന്നും പറ്റത്തില്ല, അപ്പോൾ കുർബാന കണ്ടു എന്നെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇൻ്റർനെറ്റിൽ. ഐ വാച്ച്ഡ് ഹോളി മാസ് ഓൺ ഇൻ്റർനെറ്റ് അലോങ് വിത്ത് മൈ വൈഫ്. അപ്പം നിങ്ങൾ സിനിമയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഐ വാച്ച്ഡ് എ മൂവി ഓൺ ഇൻ്റർനെറ്റ് അലോങ് വിത്ത് മൈ വൈഫ് എന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് കപ്പയും പോത്തും പിന്നെ ചായയും കുടിച്ചു. എങ്ങനെ പറയാം? Correct. Then I had cooked tapioca, beef curry and tea around 4:30. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കുക്ക്ഡ് ടപ്പിയോക്ക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ മതി, അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. ഐ ഹാഡ് കഴിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസുക്കുട്ടിയുടെ കൂടെ 2 മണിക്കൂർ കളിച്ചു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിച്ചു. ഇപ്പോൾ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? Right. Then I played with ഇസുക്കുട്ടി for 2 hours. അത് കഴിഞ്ഞ് കുറച്ച് പാട്ട് കേട്ടു, യൂട്യൂബ് വീഡിയോകൾ കണ്ടു. കുറച്ച് ആൾക്കാരുടെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ടു, പാട്ട് കേട്ടു. കറക്റ്റ്. ദെൻ വി ലിസൺ ടു സം മ്യൂസിക് ആൻഡ് വാച്ച് സം യൂട്യൂബ് വീഡിയോസ്. ഇപ്പോൾ ഈ മ്യൂസിക് ലിസൺ ചെയ്യണം അല്ലേ. ഇപ്പോൾ കാണുക എന്നുള്ളത് സീ എന്ന് പറയരുത്, അതല്ല അതിൻ്റെ കറക്റ്റ്, വാച്ചാണ്. ഓക്കെ. അപ്പോൾ ഐ സോ സം യൂട്യൂബ് വീഡിയോസ് എന്നാണ് പറയേണ്ടത്. കൃത്യമായിട്ടുള്ള എന്താണ്? വാച്ചാണ്. ഇനി സോ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള എന്താണ്? വാച്ചാണ്. അതുകൊണ്ട് തന്നെ വാച്ച്ഡ് കഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇഷ്ടക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു. അതുപോലെ ഷാലോം TV-യിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ പ്രോഗ്രാമും കണ്ടു. എന്നാലും ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇഷ്ടക്കുട്ടി തന്നെ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കണം, വാരി കൊടുക്കണം. ഇപ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് തന്നെ കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെ പറയും? Then we fed. ഫീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ്. വി ഫെഡ് ഇസുക്കുട്ടി ആൻഡ് വാച്ച്ഡ് അഭിഷേകാഗ്നി പ്രോഗ്രാം ഓൺ ഷാലോം TV. ഇനിയിപ്പോൾ നിങ്ങൾ പറയണം, ഞാനൊരു സീരിയലാണ് കണ്ടത് ഏഷ്യാനെറ്റ് TV-യിൽ നിന്നാണെങ്കിലോ ഐ വാച്ച്ഡ് എ സോപ്പ് ഒപ്പേറ ഓൺ ഏഷ്യാനെറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റി പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. ആ പ്രോഗ്രാം എന്താണ്, പിന്നെ ഏത് TV ആണെന്നുകൊണ്ട് പറഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഞങ്ങൾ ഒരു 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. വയറ് നിറഞ്ഞിരിക്കുകയായതുകൊണ്ട് ഒരു കടിഞ്ചായ മാത്രമേ കുടിച്ചുള്ളൂ. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? We prayed together for 20 minutes. Then I just had a black tea as I was full. ഓക്കെ, എന്താണ് വയറ് നിറഞ്ഞിരിക്കുക എന്നുള്ളത്? I was full എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, I didn't have dinner as I was full. ഇസുക്കുട്ടി ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആമസോൺ പ്രൈമിൽ ശകുന്തള ദേവി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? Correct. After Isukuti slept, we watched a movie named Shakuntala Devi on Amazon Prime. അല്ലെങ്കിൽ മൂവി നെയിംഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. വി വാച്ച്ഡ് ശകുന്തള ദേവി ഓൺ ആമസോൺ പ്രൈം എന്ന് പറഞ്ഞാലും മതി. ഞാൻ സാധാരണ കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പല്ല് തേക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. ഇന്നലെ ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഇന്നലെയും ഞാൻ അതൊക്കെ ചെയ്തു. ഐ ഡു എ ഫ്യൂ തിങ്സ് ടു ഗെറ്റ് റെഡി ഫോർ മൈ ബെഡ്. ഓക്കെ, എന്താണ് ഞാൻ കിടക്കുന്നതിന് മുമ്പ് കുറച്ച്, അതായത് ഗെറ്റ് റെഡി ഫോർ ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത്. ഐ ഡ്രിങ്ക് എ ഗ്ലാസ് വാട്ടർ. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ബ്രഷ് ചെയ്യും, അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഐ ഡിഡ് ഓൾ ദാറ്റ് ലാസ്റ്റ് ഡേ ആസ് വെൽ. ഓക്കെ, എന്താണ് ഞാൻ ഇന്നലെയും അതൊക്കെ ചെയ്തായിരുന്നു എന്നുള്ളതാണ് ആസ് വെൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോഴും ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോയി. ദെൻ വി വെൻ ടു സ്ലീപ്പ് അറൗണ്ട് 12. ഓക്കെ, ഗോ ടു സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻ ടു സ്ലീപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റിൽ ഇംഗ്ലീഷിൽ എഴുതുക. നമുക്ക് നാളെ 4ാമത്തെ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.